264 റൺസ് എടുത്തിട്ട് രക്ഷയില്ല. അത് മാത്രമല്ല IPL ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ രാഹുൽ ഇന്നലെ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാണ്ടാണ് പഞ്ചാബ് ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. 264 റൺസ് സ്കോർ ബോർഡിൽ ചേർക്കാനായിട്ട് രാഹുലിനും അതുപോലെ തന്നെ മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് എല്ലാവർക്കും കൂടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയുടെ ബാറ്റിംഗ് നിരയിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഇന്ന് അവർക്ക് നല്ലൊരു തുടക്കം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് ആ സ്കോർ ബോർഡ് ഉയർത്തിയിട്ട് നല്ല ഫിനിഷിങ്ങും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു പെർഫെക്റ്റ് ഇന്നിങ്സ് രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് സ്കോർ ബോർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. 152 റൺസ് 67 ബോളിൽ 16 ഫോറും 9 സിക്സുകളടക്കം രാഹുൽ അടിച്ചിട്ട് ആ ഒരു സ്കോർ ബോർഡിൽ റണ്ണിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് നിന്നിട്ട് നിതീഷ് റാണയും 91 റൺസ് എടുത്തിട്ട് നല്ലൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ 220 റണ്ണിൻ്റെ പാർട്ണർഷിപ്പ് അടക്കം 264 റൺസ് സ്കോർ ബോർഡിൽ എത്തിക്കാനായിട്ട് ഡൽഹിക്ക് പറ്റിയിരുന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് പഞ്ചാബ് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ 6 ഓവറിൽ തന്നെ കളിയുടെ ഗതി അവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. 116 റൺസിൻ്റെ റെക്കോർഡ് സ്റ്റാർട്ടാണ് ആദ്യത്തെ ആ പവർ പ്ലേയിൽ പ്രഭ് സിമ്രനും പ്രിയാൻ ഷാരിയും കൂടിയിട്ട് പഞ്ചാബിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 265 റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇതുപോലൊരു വെടിക്കെട്ട് സ്റ്റാർട്ട് കിട്ടിയാൽ തന്നെയാണ് ടീമിന് കൂടുതലായിട്ടും പ്രോഗ്രസ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ അതുപോലുള്ള സ്റ്റാർട്ടുകൾ ഈ മത്സരത്തിൽ മാത്രമല്ല ഇതിന് മുന്നേയുള്ള മത്സരങ്ങളിലെല്ലാം ഇവർ രണ്ടുപേരും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർ ഈ കളിയിലും എന്തായാലും നിരാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. 26 ബോളിൽ 76 റൺസ് എടുത്തിട്ട് 5 സിക്സിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് പ്രഭ് സിമ്രൻ അടിച്ച് തകർത്തപ്പോൾ 17 ബോളിൽ 43 റൺസ്, അതായത് 5 സിക്സും ആ ഒരു ഇന്നിങ്സിലും പ്രിയാൻ ഷാരിയുടെ ഇന്നിങ്സിലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആദ്യത്തെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ 127 റൺസാണ് പഞ്ചാബിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 6.5 ഓവറിൽ മാത്രം. പിന്നീട് അവർക്ക് 13 ഓവറിൽ ഏകദേശം 10 റൺസ് പെർ ഓവറിൽ മാത്രമേ റൺസ് കണ്ടെത്തേണ്ടിയിരുന്നുള്ളൂ. അത് തന്നെ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരിൽ നിന്നുള്ള പ്രഷർ അവർക്ക് അവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന ശ്രേയസ് ആണെങ്കിലും കൂപ്പർ കൊണോളി ആണെങ്കിലും നെഹൽ വധേരയും അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ആണെന്നുണ്ടെങ്കിലും അവരും സ്കോർ ബോർഡിന് അല്ലെങ്കിൽ ആ സ്കോറിങ്ങിന് വേഗത കുറച്ചൊന്നുമില്ല. അവരും തകർത്തടിച്ച് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രേയസ് പിന്നെയും നെടുന്തൂണായിട്ട് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കണ്ടു. അദ്ദേഹം 71 റൺസ് 34 ബോളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 7 കൂറ്റൻ സിക്സറുകൾ അടങ്ങിയിട്ട്. ഇനി ഇതിൽ ഈ 2 ഇന്നിങ്സുകളിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്സായിട്ടുള്ള ക്യാച്ചുകളാണ്. 12 റൺസിൽ നിൽക്കുമ്പോൾ തന്നെ രാഹുലിൻ്റെ ക്യാച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് ശശാങ്ക് മിസ്സാക്കുന്നത് കണ്ടു. ശശാങ്ക് ഇപ്പോൾ വളരെ മോശം ഫോമിലാണ് ഫീൽഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ 3 ക്യാച്ചോളം മിസ് ചെയ്തു. ഈ കളിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് മിസ് ചെയ്തു. അതിനുശേഷം വീണ്ടും 50 നിൽക്കുമ്പോൾ വൈശാഖ് വിജയകുമാർ എറിഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു 10 ക്യാച്ച് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിസ്സായി. പിന്നീട് രാഹുലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 152 റൺസ് വരെ സ്കോർ ബോർഡിൽ എത്തിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നിതീഷ് റാണയുടെ ഒരു ക്യാച്ച് സ്റ്റോയിനിസ് എടുത്തെങ്കിലും ബൗണ്ടറിയിൽ കാല് തട്ടിയിട്ട് അതൊരു 6 ആയി മാറുന്ന കണ്ടു. പഞ്ചാബിൻ്റെ ഇന്നിങ്സിൽ നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യരുടെ 2 സിമ്പിൾ ക്യാച്ചുകൾ കരുൺ നായർ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൗണ്ടറിയിൽ വെച്ചിട്ട് മുകേഷ് ഒരു ക്യാച്ച് എടുത്തപ്പോൾ അതും കാല് ബൗണ്ടറി കുഷ്യനിൽ തട്ടിയിട്ട് 6 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്യാച്ചുകൾ 2 ടീമുകളും മത്സരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാറ്റിങ്ങിന് കുറേ കൂടി ഈസിയർ ആയിട്ടുള്ള ആ ഒരു പിച്ചിൽ ക്യാച്ച് കൂടി ഇങ്ങനെ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർ ബോർഡിൽ ബാറ്റ്സ്മാൻമാർ അടിച്ച് തകർക്കുക തന്നെ ചെയ്യും. 2 ടീമിലും ബോളർമാർ കാര്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫീൽഡിൽ നിന്നായാലും പിച്ചിൽ നിന്നായാലും അവർക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എറിഞ്ഞ് തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ 2 ടീമിലും ബോളർമാർ എറിഞ്ഞ് തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 19ാമത്തെ ഓവറിലാണ് പഞ്ചാബ് റൺ ചേസ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് 264 റൺസ് അവർ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നത് 7 ബോൾ ബാക്കി നിൽക്കുമ്പോഴാണ്. ഇതിനു മുന്നേ IPL ഏറ്റവും കൂടുതൽ 200+ സ്കോറുകളെല്ലാം ചേസ് ചെയ്തതിൻ്റെ റെക്കോർഡ് പഞ്ചാബിൻ്റെ പേരിലാണ്. അവരത് ആ റെക്കോർഡ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല IPL ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചേസ് ചെയ്തതിൻ്റെ റെക്കോർഡും ഇനി പഞ്ചാബിൻ്റെ പേരിൽ തന്നെയാണുള്ളത്. അങ്ങനെ പഞ്ചാബ് അവരുടെ ആ ഒരു ജൈത്രയാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവിൻസിബിൾ ആയിട്ടാണ് അവർ ഈ IPL സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ആ കപ്പ് അവർക്ക് നേടാനായിട്ടുള്ള അർഹത ഉണ്ടെന്നുള്ളത് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡൽഹിക്ക് കാര്യമായിട്ട് നിരാശ ആവേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാലും അവർ നന്നായി കളിച്ചിട്ടുണ്ട്. ബാറ്റിങ്ങിൽ കളിച്ചു. ബോളിങ്ങിന് ഒട്ടും ഫേവർ അല്ലാത്ത പിച്ചാണ്. അപ്പോൾ അവർക്ക് ക്യാച്ചുകൾ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. അതിനോട് തന്നെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചു. ലുങ്കിയുടെ ഒരു ക്യാച്ച് എടുക്കുന്നതിനിടയിൽ അദ്ദേഹം പിന്നിലേക്ക് മറിഞ്ഞു എന്നിട്ട് കഴുത്തിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സ്റ്റേബിൾ ആയെന്നുള്ള വിവരങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ ഡൽഹിക്കായാലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അടുത്ത കളിയിൽ തിരിച്ചു വന്നേ മതിയാവുള്ളൂ. സീസണിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് ഒരുപാട് മത്സരങ്ങളിൽ അങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കാര്യങ്ങളൊന്നുമില്ല. പഞ്ചാബിന് എന്തായാലും അവർ ആ ടോപ്പ് സ്പോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് കൂടുതലും മത്സരങ്ങളിലും എന്തൊക്കെ രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽഡിങ്ങിനായാലും എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് ഏരിയകളിലും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് മാത്രമാണ് അവർക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.